അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ജുമാൻ്റെ നേരായി. പള്ളിയിൽ കുത്തുബ തുടങ്ങിയിട്ടുണ്ട്. സമയം 1 മണിയായിട്ടാ. അപ്പോൾ എന്നോട് കഴിഞ്ഞ 2-3 വീഡിയോസ് കണ്ടപ്പോൾ 2-3 കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തമ്പലൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ റീച്ച് കിട്ടും, അതുപോലെ ഡെയിലി വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷേ ഒരുപാട് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ പറഞ്ഞിട്ട് ഓരോ കമൻറ്റ് ഇതായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ചെയ്തും നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവണില്ല. അൽഹംദുലില്ലാ ഞാൻ പോകെ തമ്പലൈനൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നു തമ്പലൈൻ ഇട്ട് നോക്ക്, എന്താ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്കറിയില്ല അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് സെറ്റാക്കണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പം അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇടാണ്ട് സാധാ പോലെ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാൻ 2-3 ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ വെച്ചേക്കുന്നത് എങ്ങനെ നമ്മൾ വീഡിയോയിലേക്ക് കയറ്റുമെന്ന് എനിക്കറിയില്ല. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു വീഡിയോ കൂടി യൂട്യൂബിൽ തന്നെ നോക്കി പഠിച്ചിട്ട് ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ മാക്സിമം തമ്പലൈനൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി ഇടാൻ ഞാൻ നോക്കൂട്ടാ. പിന്നെന്താണ്, എന്താ വിശേഷം എല്ലാവരുടെയും? ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് സാധാരണ രീതിയിൽ നല്ല വെയിലൊക്കെ കാണേണ്ടതാണ്. പക്ഷേ മങ്ങി മൂടി നിൽക്കണേന് കേട്ടോ, എന്താണെന്നറിയില്ല. അപ്പോൾ ഒന്നൊരു മഴക്കാറിൻ്റെ ലക്ഷണം പോലെ എനിക്ക് തോന്നുന്നു. ജുമ കഴിഞ്ഞിട്ട് മഴക്ക് വരാനാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ എല്ലാ കൂട്ടുകാരും എന്താണ്, സുഖമായിട്ടിരിക്കണം എല്ലാവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ വിശേഷങ്ങൾ പറയുമ്പോൾ 2-3 പേരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെന്താണ്, ഫുഡൊക്കെ കഴിച്ചാൽ എല്ലാവരും? സമയം ഇപ്പോൾ 1 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ജുമ ആയതുകൊണ്ടിട്ടേ കുത്തുബയൊക്കെ കേട്ട് ഉസ്താദിൻ്റെ സൂറത്ത് ഓതലും ഇതൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണായിരുന്നു കേട്ടോ വാതിക്കൽ. അപ്പോൾ നല്ല കാറ്റ് കാണാൻ പറ്റുമോ അറിയില്ല. ഞാനൊന്ന് സൂം ചെയ്യട്ടെ. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ആ കാറ്റത്തിരിക്കുമ്പോൾ നല്ല സുഖം, ഉറങ്ങിപ്പോവും, കണ്ണ് തൂങ്ങിപ്പോണം, ഉറങ്ങാൻ പോകണമല്ല. പിള്ളേരും ലിക്കാക്കിയുമില്ല. പിള്ളേർ രാവിലെ ക്ലാസ്സിൽ പോയി. ഇനിയിപ്പോൾ എനിക്ക് അവരെ മദ്രസയിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ തെക്കമാലപ്പുറം വീട്ടിലേക്ക് പോകണം. ഞാനൊരു 3 മണിക്കാണ് ഡെയിലി ഇവിടുന്ന് പോകാറ്. എന്നിട്ട് അവരെ മദ്രസ കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ ഞങ്ങൾ തിരിച്ചിങ്ങോട്ടേക്ക് വരാറ്. അപ്പോൾ എന്താണ് പിന്നെ കൂട്ടുകാരെ എല്ലാവരുടെ വിശേഷങ്ങൾ? കുറേ നേരമായിട്ട് ഇവനിങ്ങനെ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കണത്. തിന്നാട്ട് കൊടുത്തിട്ട് ഒന്നും അറിയില്ല, കരഞ്ഞുകൊണ്ടിരിക്കണം. ഞങ്ങളുടെ പൂച്ചയെന്നല്ല കേട്ടാ, ഇവിടുന്നോ അപ്രതീക്ഷിതമായി കയറി വന്ന അതിഥിയാണത് കേട്ടോ. കാറ്റൊക്കെ പിന്നെ എനിക്ക് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഇൻഷോട്ടിൽ നിന്ന് 16.9 ഇതിൽ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയറായിട്ട് കിട്ടുമെന്നും പറഞ്ഞിട്ടാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനത് നോക്കിയിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലായി. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ അതിൽ നിന്ന് വീഡിയോ എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ വീഡിയോ എടുക്കൽ നമ്മളെ വീഡിയോൻ്റെ അതിൽ നിന്ന് തന്നെ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഇൻഷോട്ടിൽ കയറിയിട്ടൊന്നുമല്ല വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഞാൻ ഇൻഷോട്ടിൽ കയറി വീഡിയോ എടുത്ത് ഇതിൽ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ എനിക്കാകെ ഞാൻ പറഞ്ഞില്ലേ, പിള്ളേർ പോയി കഴിഞ്ഞാൽ കുറച്ച് ടൈമാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ വീട്ടിലെ പണികളൊക്കെ എല്ലാം ഞാൻ ഒതുക്കി ഇതാക്കി 3 മണിയാകുമ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ബസ് പോകാത്തത് കൊണ്ടിട്ട് നടന്ന് പോകണമെന്ന്. അപ്പോൾ എനിക്ക് നടക്കാൻ തന്നെ ഞാൻ അന്ന് ആ വഴിയൊക്കെ കാണിച്ചു തന്നില്ല, ഒരുപാടുണ്ട് നടക്കാനായിട്ട്. അപ്പോൾ 3:15 ആകുമ്പോഴത്തേക്കും പാത്തും അമറും വരും. അപ്പോൾ ഞാൻ ഇവിടുന്ന് 3 മണിക്ക് ഇറങ്ങാറ്. കാരണം വെച്ചാൽ ആ ടൈം ആകുമ്പോൾ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ, നടന്നും പോകണ്ടേ. അപ്പം ഞാനതുകൊണ്ട് 3 മണിയാകുമ്പോഴാണ് ഇറങ്ങാറ്. ഇങ്ങനെ എന്നാലൊരു അരമണിക്കൂർ കൂടുതൽ നടപ്പുണ്ട്. എന്നാലും ഞാൻ സ്പീഡിന് നടക്കണോണ്ട് അരമണിക്കൂർ തയ്ച്ച് ഞാൻ വീടെത്തും. പിന്നെ വീട്ടിൽ ചെന്ന് അവർക്ക് ഫുഡൊക്കെ ഇതാക്കി ഉമ്മച്ചിക്ക് കുഴപ്പമില്ലെങ്കിൽ ഉമ്മച്ചി തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെന്നിട്ടാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കൽ അവർക്ക്. അത് കഴിഞ്ഞവരെ മേലൊക്കെ കഴുകി മദ്രസയെ കൊണ്ടാക്കണം. മദ്രസയെ കൊണ്ടാക്കി അവിടെ നിന്ന് വന്ന് ഇങ്ങോട്ടേക്ക് വീട്ടിൽ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാം മാറ്റി പിന്നെ അവരെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണം. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഡെയിലി എൻ്റെ ഒരു ദിവസം പോണത് അങ്ങനെയാണ് കേട്ടോ. ഡെയിലി ഇപ്പം നമ്മൾ അറിയില്ല, ഡേ മൈ ലൈഫ്, എൻ്റെ റൂട്ടീൻ അങ്ങനെയാണ്.
രാവിലെ ഇവരെ സ്കൂളിൽ വിടുക, അത് കഴിഞ്ഞ് ഇവിടുത്തെ പണിയൊക്കെ ഒതുക്കി 3 വീട്ടിൽ പോകുക. ഇതൊക്കെ തന്നെയാണ് ഡെയിലി എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു റെസ്റ്റ് എന്ന് പറയാനായിട്ട് ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഇച്ചിരി റെസ്റ്റ് കിട്ടണത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ സ്കൂളും ഇല്ല, മദ്രസയും ഇല്ല. മദ്രസ ഞായറാഴ്ച അവധിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഓരോ ദിവസം പോണത്. അപ്പോൾ പിന്നെ എല്ലാവരുടെ വീട്ടിലും ചോറും കറിയൊക്കെ ആയോ? പിന്നെ എന്താ ചോദിക്കുക, ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയെന്ന് വെച്ചാൽ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ചെയ്തത് കാര്യങ്ങളൊക്കെയാണ് ഇതാക്കണം. എന്തെങ്കിലുമൊക്കെ മാറ്റി പറയണം ഇതാക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അതുപോലെയൊക്കെ ഞാൻ ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരുടെ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. കാരണം നെഗറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടില്ല. കാരണം വെച്ചാൽ വരുമെന്ന് എനിക്കറിയാം. കാരണം നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ചാനൽ. അപ്പോൾ ഇൻഷാ അല്ലാ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ എനിക്കറിയില്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ കമൻറ്റിലൂടെ തന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതുപോലെയൊക്കെ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെയൊക്കെ ചെയ്യാൻ ഞാൻ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.